ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ആനച്ചാൽ പ്രദേശത്തെ കർഷകനും വ്യാപാരിയുമായ ശ്രീ രാധാകൃഷ്ണൻ പടിഞ്ഞാറ് വീട്ടിൽ ഏലം കൃഷിയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ പഞ്ചായത്തിലെ ആനച്ചാൽ പ്രദേശത്തെ ഒരു കർഷകനും ചെറിയ ബിസിനസ്സും ഒക്കെ കൂടെ നടത്തുന്ന ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രീ രാധാകൃഷ്ണൻ പടിഞ്ഞാറെ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് ഏലം കൃഷിയിലാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ശ്രീ രാധാകൃഷ്ണൻ, ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഇപ്പം പ്രധാനമായിട്ടും ഏലമാണല്ലോ കൃഷി ചെയ്യുന്നത്. എങ്ങനെയാണ് ഏലം കൃഷി ചെയ്യുന്നത്? അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഏലം കൃഷി ചെയ്യുന്നത് അത്യാവശ്യ ഘട്ടത്തിന് മാത്രത്തിന് ഞാൻ പുറമേ നിന്ന് ആളെ പണിക്ക് വിളിക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ചെയ്യാറ്. വീട്ടിൽ ഒരു കുറച്ച് ഏലം ഉണ്ട്, പിന്നെ കുറച്ച് ലീസിന് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കഴിയാവുന്ന പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. ബാക്കി മാത്രം അത്യാവശ്യം മരുന്നടിക്കാനും കായ എടുക്കാനും എല്ലാത്തിനും പുറമേ നിന്ന് ആളെ വിളിക്കുന്നുണ്ട്. മറ്റുള്ള എല്ലാ പരിപാടിയും ഞങ്ങളുടെ ഓരോരോ ഗ്യാപ്പ് സമയം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ രണ്ടാളും കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യാറ്. ഇവിടെ കൃഷി തുടങ്ങിയിട്ട് എത്ര നാളുകളായി? കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി. ഞാൻ വീട് പണിതിട്ട് അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ വേറൊരു ചെറിയ സ്ഥലമുണ്ട്, അവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ചെറിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഗ്യാപ്പിനനുസരിച്ചാണ് എനിക്ക് കൃഷിയിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ഞായറാഴ്ചയാണ് എനിക്ക് അവധി ദിവസം. പിന്നെ അവധി ആണെങ്കിൽ അത്യാവശ്യം ചിലപ്പോൾ ഒരു ദിവസം ഞാൻ അവധി എടുത്ത് കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കാണ്ട്. എനിക്ക് ബിസിനസ്സിനെക്കാട്ടും ഏറ്റവും കൂടുതൽ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഏലം മാത്രം എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കപ്പയൊക്കെ നേരത്തെ കിട്ടാം, പന്നിയെലി, അതുപോലെ തന്നെ മറ്റു പല ഇതൊക്കെ നോക്കി അതിനെല്ലാം നമുക്ക് അതിന് ഒരു ഇത് കിട്ടുന്നില്ല. അതെല്ലാം നമുക്ക് അതിൻ്റെ വിളവെടുപ്പ് ആകാറാണ് സമയത്ത് നമുക്കതും കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല. ഒന്നുമില്ലെങ്കിൽ എലിയുടെ ശല്യം, പല രീതിയിലും നാശനഷ്ടങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കി വാഴയാണെങ്കിൽ കാറ്റിൻ്റെ ഒരു ചെറിയ പിടുത്തമൊക്കെ വരുന്ന ഒരു ഏരിയ ആയിരുന്നു. വേറെ നല്ല വളപുഷ്ടിയായ മണ്ണൊക്കെയാണ്. നല്ല രീതിയിൽ ഏലമൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഏലത്തിന് പരിപാലനം കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല കുറച്ച് ചെടികളിലാണെങ്കിലും അതിന് നല്ലൊരു ആദായം ഓരോ വർഷം കിട്ടുന്നുണ്ട്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ അതോ സ്ഥലം വാങ്ങിച്ചു വന്നതാണോ? അല്ല, ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടാണ്. പിന്നെ ഞാൻ കുറച്ച് പാലക്കാട് ഒരു പഠനം മാത്രമേ പാലക്കാട് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ വീട് അങ്കമാലിയാണ്, അവിടെയായിരുന്നു കുറേ നാൾ. അത് കഴിഞ്ഞ് 2002 മുതൽ ഞാൻ ഇടുക്കി ജില്ലയിൽ സ്ഥലം മേടിച്ച് സ്ഥിരതാമസവും ബിസിനസ്സും എല്ലാം ആയിട്ട് വൈഫ് ഹൗസും എല്ലാം ഈ പറഞ്ഞ എൻ്റെ വീടും ഇപ്പോൾ ആനച്ചാലാണ്. ആനച്ചാലിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് കുഞ്ചത്തണ്ണി. അവിടെ തന്നെയാണ് എൻ്റെ വൈഫ് ഹൗസും എല്ലാം. ഈ പഠനം വിദ്യാഭ്യാസമൊക്കെ പാലക്കാടായിരുന്നു പറഞ്ഞല്ലോ. ഏത് ക്ലാസ് വരെ പഠിച്ചു? എങ്ങനെയൊക്കെ ആയിരുന്നു അത്തരം കാര്യം? ഞാൻ പഠനം 9ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പാലക്കാടായിരുന്നു. നന്മാറ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഇതായത്. 9ാം ക്ലാസ് 10ാം ക്ലാസ് എനിക്ക് SLC പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം എനിക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നീട് ഇവിടെ വന്നിട്ടാണ് പിന്നെ ബിസിനസ് തുടങ്ങിയത്, സ്ഥലം വാങ്ങിച്ചതൊക്കെ അല്ലേ? അല്ല, പിന്നെ ഇവിടെ വന്നിട്ടല്ല. പിന്നെ എൻ്റെ അമ്മയുടെ വീടായിരുന്നു അങ്കമാലി. അങ്കമാലിയിൽ എനിക്ക് പല ബിസിനസ്സുകളൊക്കെ ആയിരുന്നു. അതുപോലെ കുറച്ചാണ് ബിസിനസ് ഒരു പരാജയം വന്നു. 1-2 വർഷം ഞാൻ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇടുക്കിയിലേക്ക് വരുന്നത്. ഇടുക്കിയിൽ വന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളെല്ലാം ചെയ്തു. എനിക്കൊരു കടയുണ്ട്. അതുപോലെ തന്നെ സ്ഥലം മേടിച്ചു. വേറൊരു വീട് ഇരിക്കുന്ന സ്ഥലവും അതും കൂടെ ഒരു 10-25 സെൻറ്റ് സ്ഥലം വീടും സ്ഥലമുണ്ട്. പിന്നെ വേറെ ഒരു കുറച്ച് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞെല്ലാം ഞാൻ ബിസിനസ് ചെയ്ത് തന്നെ മേടിച്ചാണ്. അതുപോലെ തന്നെ കൃഷിയോട് പണ്ട് മുതൽ എനിക്ക് അവിടെ നാട്ടിലാണെങ്കിൽ എനിക്ക് നെൽകൃഷിയൊക്കെ ഉണ്ട്. 2-3 ഏക്കർ നെൽകൃഷി എനിക്ക് കുടുംബപരമായി, വ്യക്തിപരമായി എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 5 സഹോദരന്മാരാണ്. അതിൽ എനിക്കും കൂടെ ഉൾപ്പെട്ട ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം എത്ര സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? ഇപ്പം ഇവിടെ വീട് ഇരിക്കുന്നതിൽ 25 സെൻറ്റ് ഉണ്ട്. അതിലൊരു 10-12 സെൻറ്റ് സ്ഥലത്തിൽ വീട് ഇരിക്കുന്നവരുണ്ട്. പിന്നെ കുഞ്ചത്തണ്ണി വൈഫ് ഹൗസിൽ ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, അത് ഞാൻ കൃഷി ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് തന്നെ അത് ലീസിന് കൊടുത്തിട്ട് ചെയ്യുന്നു. കൃഷി ചെയ്തിരിക്കുന്ന ഏതിനും ഏലമാണ്? ഞാറാണി ഏലമാണ്. അത് ഈ കൃഷി ചെയ്യുന്നത് ആദ്യം എങ്ങനെയാണത്? തട്ട നട്ടാണോ കൃഷി തുടങ്ങിയത്? തട്ട വേറെ സ്ഥലത്ത് നമ്മുടെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പോയി തട്ട ഓരോ തട്ടയ്ക്ക് അന്നത്തെ
മാർക്കറ്റ് വില അനുസരിച്ച് മേടിച്ചു കൊണ്ടുവന്ന് ഇത് ചെയ്ത് അനുസരിച്ച്, അല്ലാണ്ട് ഞാൻ പിരിച്ചു വെക്കാനോ അങ്ങനത്തെ എനിക്ക് അങ്ങനെ വലിയ ഒരു ഇതായിട്ടില്ല. ബാക്കിയെല്ലാം ചെയ്യുമെങ്കിലും ഏലത്തട്ട പിരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതായത് നമ്മൾ വേറെ പുറത്തുനിന്ന് തട്ട വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് കുഴിയെടുത്ത് നട്ടത് അല്ലേ? പുറത്തുനിന്ന് ഏലത്തട്ട മേടിച്ചു കൊണ്ടുവന്ന് നമ്മൾ കുഴിയെടുക്കാൻ മാത്രമേ ആളെ വിളിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാനും പണിക്കാരനും കൂടെ ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്തു. എത്ര അകലത്തിലൊക്കെയാണ് നട്ടിരിക്കുന്നത്? ഒരു 8 അടി 10 അടി ഗ്യാപ്പ് ഉണ്ട് എല്ലാത്തിലും. 10 അടി എന്ന ഏകദേശം ഇത് വരും. ഈ തട്ട നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യത്തെ 1.5 വർഷത്തെ അല്ല 2 വർഷത്തെ പരിചരണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വളപ്രയോഗം, മരുന്ന് കളിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഒരുക്കി നിർത്തുന്നത്, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് ആദായത്തിലേക്ക് എത്തിച്ചത്? അത്തരം കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയാമോ? വിശദമായിട്ട് പറയാം. ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ പുതിയൊരു സ്ഥലമാണ്, ഒത്തിരിയൊന്നും പണി ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു കറുത്ത മണ്ണും വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു. അതുകൊണ്ട് ഞാൻ ജൈവവളമാണ് ആദ്യം ചെയ്തത്. ജൈവവളം ചെയ്തു, നല്ല രീതിയിൽ ചെടി നല്ല രീതിയിൽ വന്നു. അതുപോലെ തന്നെ ഞാൻ ഓരോ മാസം മരുന്നടിക്കാൻ മാത്രം പുറമേ നിന്ന് വിളിക്കുന്നുണ്ട്, ആളെ വിളിച്ച് ചെയ്യാറുണ്ട് മരുന്ന് ചെയ്യുന്നത്. ബാക്കി വളമിടലും അതുപോലെ തന്നെ ഒരുക്കലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനും വൈഫും, കൂടുതലും ഒരു 75% ഞാൻ തന്നെയാണ്. വൈഫിന് സമയം ഇടുമ്പോൾ വൈഫും കൂടെ ചെയ്യും. പിന്നെ ഞായറാഴ്ചയാണ് ചെയ്യണം. ബാക്കിയുള്ള ഒരു ദിവസം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അവധിയെടുത്ത് പറമ്പിൽ പണിയും. അതുപോലെ തന്നെ ജൈവവളമായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്ത്. ജൈവവളം ചെയ്തപ്പോൾ ചെടി നല്ല രീതിയിൽ അങ്ങ് കയറി വന്നു. ചെടി പറഞ്ഞാൽ ഭയങ്കര, നമുക്ക് ഒരു നമ്മുടെ ഈറ്റയൊക്കെ പോലെ ഭയങ്കര വലുപ്പത്തിൽ വന്നു. ആ വലുപ്പത്തിൽ അത് നമുക്ക് ഗുണത്തിനെക്കാട്ടും ദോഷം ചെയ്തു. എന്നാ പറഞ്ഞാൽ കാറ്റടിച്ച് ഒരുപാട് വന്നു. ചെടി ചെറുതാണെങ്കിൽ, അതുപോലെ തന്നെ 2 ചെടിയായിട്ടാണ് ഞാൻ നട്ടത്. അപ്പോൾ ഒരു ചെടി ഒരു ഭാഗത്ത് പറഞ്ഞാൽ ചെടിക്ക് വലുപ്പമില്ല, നല്ല കായുണ്ട്. മറ്റേ ചെടി വലുപ്പമുണ്ട്, കായുണ്ടെങ്കിലും നമുക്കത് ഗുണത്തിനെക്കാട്ടും ദോഷം ചെയ്യുന്നുണ്ട്. എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വാഴയെ പോലെ, നമുക്ക് ഏത്ത വാഴയും വ്യത്യാസം ഉണ്ടല്ലോ, അതുപോലെ കാറ്റ് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സംഭവം. എപ്പോഴും ജൈവവളം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്, നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ചെടി, അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡായി കണ്ടു കഴിഞ്ഞാൽ ആര് പോയാലും എൻ്റെ ഒരു ചെടി ഒന്ന് നോക്കിയിട്ടേ പോകുള്ളൂ. അതുപോലെ നല്ല ചെടിയായിരുന്നു. അത് എനിക്ക് ഗുണം ചെയ്തില്ല, ദോഷമേ ചെയ്തുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിച്ച് ഒത്തിരി ഇത് വന്നു. അതായത് ജലാംശം കൂടുതൽ വന്ന് നല്ല ആർത്തലച്ച് വളർന്നു വന്നതുകൊണ്ട് ചെറിയ കാറ്റടിച്ചപ്പോൾ തന്നെ കുറെ ഒടിഞ്ഞു പോയി അല്ലേ? ജലാംശം പറഞ്ഞാൽ നമ്മുടെ പറമ്പിനോട് സൈഡിലൂടെ ഒരു കൈത്തോട് ഒഴുകുന്നുണ്ട്. വെള്ളത്തിന് ഒരു പ്രയാസമില്ല. ആവശ്യം പോലെ വെള്ളം നനയ്ക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം, കറുത്ത മണ്ണ്, എല്ലാം കൊണ്ടും ഫലപുഷ്ടിയായ മണ്ണായിരുന്നു. ആദ്യത്തെ ഒരു കൃഷിയായിരുന്നു. നേരത്തെ കാപ്പി അതൊക്കെ ആയിരുന്നു. അതിനെല്ലാം വെട്ടിക്കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നല്ല രീതി വന്നു. അത് കാറ്റൊരു വലിയൊരുമില്ല. എന്നാലും ജൈവ കൃഷി ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. ഇത്തിരി എക്സ്പെൻസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കൃഷിക്കാർക്കൊക്കെ ഒരു 100, 10, 200 പറഞ്ഞ ജൈവ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി പൈസ കൂടിയാലും നമുക്ക് പിന്നെ ഈ കാറ്റിൻ്റെ വലിയ ശല്യം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. ചെടി നല്ല രീതിയിൽ അങ്ങ് വളർന്നു വരും. അതാണ് അതിൻ്റെ പ്രായം. എത്ര വർഷമായപ്പോഴത്തേക്കും നമുക്ക് ആദായം കിട്ടി തുടങ്ങി? എനിക്കൊരു 1.5 വർഷമൊന്നും ആയില്ലായിരുന്നു കേട്ടോ. എനിക്ക് അതിന് മുന്നേ തന്നെ ആദായമൊക്കെ കിട്ടിയായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ജൈവ കൃഷി ആയതുകൊണ്ടും അതുപോലെ തന്നെ എല്ലാം മണ്ണിൻ്റെ ഘടനയും എല്ലാം കൊണ്ട് എനിക്ക് 1 വർഷത്തിന് മുന്നേ തന്നെയാണെങ്കിലും വലിയ കായ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം കായൊക്കെ പിടിച്ചു. എനിക്ക് ചെറിയ ഒരു 1.5 വർഷം കഴിഞ്ഞ് കിട്ടേണ്ട കായനെക്കാട്ടും 1 വർഷം, ഒരു 1-2 മാസം, 10-14 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ചെറിയ ആദായങ്ങൾ അതിൽ കിട്ടാൻ തുടങ്ങി. 1.5 വർഷം ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കുറച്ച് ചെടിയുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പരിചരണം കൊടുക്കാൻ പറ്റി. അത് മാത്രമല്ല ജൈവവളം കൊണ്ട് അത് ചെടി നല്ല ഇതായി. അത് നമുക്ക് ആകെ വന്നത് ഒരു ചെറിയ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ് സൈഡും അതുപോലെ തന്നെ ഏലത്തോട്ടമല്ല, വീടിനെ അനുബന്ധിച്ചാണ് ഈ ഏലക്കൃഷി നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തടുത്ത് എല്ലാവരും ഏത് നല്ലൊരു കൃഷി ആര് കണ്ടാലും നമ്മളൊരു കർഷകർ എന്നൊരു നിലയ്ക്ക് ഏത് കർഷകനായാലും ഏലം ഒന്ന് നോക്കിയിട്ടേ പോവുള്ളൂ. അത് നമ്മളൊരു മറ്റൊരാളുടെ പറമ്പിലാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുക, എന്താണ് നിങ്ങൾ വളം ചെയ്യുന്നത്, എന്താണ് ഏലത്തിന് പരിപാലനം കൊടുക്കുന്നത്. അതുപോലെയാണ് ഞാനും പരിപാലിച്ചപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു. പല ആൾക്കാരും പല രീതിയിലാണല്ലോ നോക്കുന്നത്. ചിലവർ നല്ല രീതിയിൽ നോക്കും, ചിലവർ ഇങ്ങനെ നോക്കും. അതുകൊണ്ട് ചെറിയ ഗുണം ദോഷം ചെയ്തു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ എനിക്കൊരു 4-4.5 പച്ചയ്ക്ക് ഉണക്ക കിട്ടാറുണ്ട്. ഇന്ന് വരെ 5 ഇന്ന് വരെ എനിക്ക് പോയിട്ട് വന്നിട്ടില്ല. എനിക്കൊരു 40 കിലോ പച്ച കൊണ്ടുപോയാലും 100 കിലോ പച്ച കൊണ്ടുപോയാലും ഒരു 100 കിലോ കൊണ്ടുപോയാലും ഒരു 22-23 കിലോ ഉണക്ക എനിക്ക് എങ്ങനെയായാലും കിട്ടാറുണ്ട്. ഇന്ന് വരെ എനിക്ക് 5 മുകളിൽ പോയിട്ടില്ല. 4 അതിൽ നിന്ന് കിട്ടാറുമുണ്ട്. അപ്പോൾ നല്ല ഉണക്കവാശിയുള്ള അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള കായാണ് അല്ലേ? അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ് കായ. നല്ല പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇത് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഒരു വിളവിലേക്ക് എത്ര വർഷമായപ്പോഴത്തേക്ക് എത്തി? നന്നായി വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1.5 വർഷം കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ്, ഫസ്റ്റ് ടൈപ്പ് മാത്രമേ ഇത്തിരി ഇതുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമിലൊക്കെ നല്ല രീതിയിൽ കായ കിട്ടിയായിരുന്നു. എനിക്ക് ആകെ ഫസ്റ്റൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. പിന്നെ നമ്മുടെ ഒരു ചില സമയത്ത് വേരിയേഷൻ വരുമല്ലോ, അതിൻ്റെ മാത്രം ഒരു ഇതുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും. മരുന്ന് കളിക്കുന്നതൊക്കെ എത്ര നാൾ കൂടുമ്പോഴാണ്
ചെയ്യുന്നത്? ഓരോ മാസം കൂടുമ്പോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മഴ സമയത്ത് മാത്രം നീണ്ടു പോകാറുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി ഗ്യാപ്പ് വന്നു, 2 മാസം വരെ വരുന്നുണ്ട്. ഏത് സമയം മഴയായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. മരുന്നുകളി ഏകദേശം 1 മാസത്തിന് ഉള്ളിൽ ഒന്ന് ചെയ്യാറുണ്ട്. പിന്നെ മഴക്കാലത്ത് മാത്രം വ്യത്യാസം ചിലപ്പോൾ വരും അല്ലേ? പിന്നെ ഈ നമ്മൾ വളങ്ങൾ പ്രയോഗിക്കുമല്ലോ, അത് എങ്ങനെയൊക്കെയാണ് വളപ്രയോഗങ്ങൾ നടത്തുന്നത്? വർഷത്തിൽ എത്ര തവണ വളപ്രയോഗം നടത്തേണ്ടി വരാറുണ്ട്? ഞാൻ വർഷത്തിലൊരു 3-4 ടൈമൊക്കെ ചെയ്യുള്ളൂ. ഫസ്റ്റ് ആദ്യം കഴിഞ്ഞ് മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഏലകൃഷി എല്ലാം അവസാനിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ മണ്ണൊക്കെ ഇട്ട് എല്ലാം ഇതാക്കി റെഡിയാക്കി ആദ്യം ഒരു മണ്ണ് വളം ഇടുന്നു, അത് കഴിഞ്ഞ് കുമ്മായി ഇടുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് വേണ്ടപ്പെട്ടൊരു എന്നെക്കാട്ടും കൂടുതൽ അറിവ് നമ്മൾക്കതിൽ ഒരു ചെറിയ അതുകൊണ്ട് അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അവരെ വിലപ്പെട്ട അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ചെയ്യാറ്. ഓരോ സമയം നമുക്ക് വേണ്ടപ്പെട്ട കൃഷിയെപ്പറ്റി നല്ല രീതിയിൽ അറിയുന്നത്, അതുപോലെ കൃഷി ഓഫീസറെ പറ്റി നമ്മൾ ബന്ധപ്പെടാറുണ്ട്. എനിക്ക് കുറച്ച് കൃഷി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് പരിപാലനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഏലത്തിന് രോഗകീടബാധകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഫസ്റ്റ് നമ്മുടെ ഇതിൻ്റെ കായനും ചോറിയുണ്ട്, തണ്ടുതുരപ്പനൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് എന്താണ് അപ്പോഴത്തെ വളത്തിന് അതിനെന്ത് ചെയ്യണം എന്ന് നോക്കും. അതിനനുസരിച്ച് മരുന്ന് മേടിച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം നമുക്കിപ്പോൾ 2025 അങ്ങനത്തെ ഒരു സംഭവം കായനൊന്നും 3-4 ടൈം എടുത്തു ചൊറിയൊന്നുമില്ല, തണ്ടുതുരപ്പൻ്റെ ശല്യമില്ല. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ തണ്ടുതുരപ്പനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചെറിയൊരു തട്ടമറിച്ചിൽ ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ തട്ടമറിച്ച് ഇച്ചിരി കൂടുതലുണ്ട്. അത് നല്ല ചെടി നല്ല ആർത്ത വരും, അപ്പോഴേക്കും മറിഞ്ഞു പോകും. ആ മഴയുടെ ഒരു കൂടുതൽ എല്ലാവരെയും ബാധിക്കുന്ന പോലെ എന്നെയും ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? അനുകൂലമായ കാലാവസ്ഥയാണോ? അത് കഴിഞ്ഞ വർഷമൊക്കെ വലിയ ഉണക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ വർഷം വലിയ കാലാവസ്ഥ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? ഈ വർഷത്തിൽ നല്ല കാലാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിലയും കിട്ടുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ കായെടുത്ത് ഒന്നാമത്തെ 2ാമത്തെ റൗണ്ട് കായെടുക്കുമ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ വില അങ്ങോട്ട് എന്നും 1000-1000 മുകളിൽ അതിൽ കൂടുതലൊന്നും കിട്ടുക. ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കർഷകർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തു. കായ് കുറച്ചുള്ളവർക്കായാലും കൂടുതലുള്ളവരായാലും നല്ല രീതിയിൽ മാർക്കറ്റ് നല്ല സ്റ്റഡിയായി നിന്നു. ഒന്നും ചെറിയ ചെറിയ വേരിയേഷനും 2000 രൂപ ഒന്നും താഴെ പോയില്ല, 2500 മുകളിലേ പോയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തെ നമുക്ക് ദോഷം ചെയ്തു. ഈ വർഷം അത് കഴിഞ്ഞ വർഷം നമ്മുടെ ഒത്തിരി ചെടി പോയാൽ എല്ലാവർക്കും പോയി. ഒരു വ്യക്തി എന്നൊക്കെ നല്ല ഏല കർഷകർക്ക് എല്ലാവർക്കും ബാധിച്ച ഒരു ഇത് നമ്മൾ വലുതായാലും ചെറുതായാലും ആരെയാണെങ്കിലും എല്ലാ രീതിയും ബാധിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയാണല്ലോ. വലിയവർക്കാണെങ്കിലും ചെറിയ എല്ലാ രീതിയും ബാധിച്ചു. ഈ വർഷം അത് നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇച്ചിരി മഴ കൂടുതൽ മാത്രമേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം കായൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മഴ കൂടിയത് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ഏലം നമ്മൾ ഈ ഒരുക്കിയൊക്കെ നിർത്തുമല്ലോ, അതുപോലെ ചുവട്ടിലെ ചപ്പ് മാറ്റുക, അതിൻ്റെ മണ്ണിടുക, അതൊക്കെ എത്ര തവണ ഒരു വർഷത്തിൽ ചെയ്യേണ്ടി വരാറുണ്ട്? ഞാൻ ഒരു കായ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഒരുക്കിയ കായ എടുത്തു കഴിഞ്ഞാൽ വളമിടാൻ പറ്റുകയാണെങ്കിൽ 1-2 ടൈം നമ്മൾ വളമിടുള്ളൂ. ഒരിക്കൽ കായ എടുത്തു കഴിഞ്ഞാൽ ഒരുക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ മരുന്നടിക്കാറുണ്ട്. ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മരുന്നടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ മരുന്നടിക്കുകയും ചെയ്യും. കായ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരുക്കി അതുപോലെ തന്നെ എല്ലാം ചപ്പും ചവറും അതുപോലെ തന്നെ നമ്മൾ ഏലത്തിൻ്റെ ചുറ്റുമുള്ള പൊടിക്കാടുകൾ ആദ്യം പറിച്ചു കളയും. എന്നാ പറയാം, വളം ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിയെ കാട്ടും കാടുകളുണ്ടെങ്കിൽ ആർത്തരമ്പിച്ച് കാട് വളർന്നു വരും. അപ്പം നമ്മുടെ ചെടിയിലേക്ക് വളപ്രയോഗം കൊണ്ട് ഗുണം കിട്ടുന്നില്ല. അതിന് കളയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പാഴ്ചെടികൾ വളർന്നു വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഏലത്തിൻ്റെ സൈഡിലുള്ള എല്ലാ കളയും ചെറിയ ചെറിയ പൊടിക്കാടുകളുണ്ടെങ്കിൽ അത് പൊടിക്കാടല്ലേ അത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ വളം ഇടുന്നേക്കാട്ടും അത് പറിച്ച് കളഞ്ഞ് നമുക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഗുണം കിട്ടുള്ളൂ. ഇച്ചിരി പണി കൂടുതലുണ്ടെങ്കിലും അതുകൊണ്ട് ഗുണം കിട്ടും. അത് കഴിഞ്ഞാൽ ചെടിയിലേക്ക് അത് ഒത്തിരി വളം വലിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കള അറിയാമല്ലോ, നമുക്ക് കളയ്ക്ക് ഒന്നും ചെയ്യേണ്ട, തനിയെ വരും. അപ്പോൾ വളവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ആർത്ത് വരമ്പി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ തോട്ടം ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? ഞാൻ എൻ്റെ പരിസരം നമ്മുടെ മിറ്റം പോലെയാണ് ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഏലത്തിന് അത്യാവശ്യം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഏത് സമയം നമുക്ക് ഏലത്തിന് ചുറ്റും ചവർന്നിടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത്യാവശ്യം നനയ്ക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് ചെടി എണ്ണം കുറവായതുകൊണ്ട് പരിപാലനം നമുക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റും. നമുക്ക് 3-4 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് തൊഴിലാളികളെ ആശ്രയിക്കുമ്പോൾ പരിമിതികളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതികളില്ല. അത് പറഞ്ഞാൽ നമ്മുടെ അധ്വാനമാണ്. നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോൾ നമ്മൾ കയറി വരാറുള്ളൂ. പണിക്കാരാണെങ്കിലോ 7:45-8 മണിക്ക് വരും. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പിറ്റേ ദിവസവും പണിക്ക് പോകേണ്ടതാണ്. നമുക്ക് അങ്ങനെയല്ല, മേൽനൊമ്പരോ എന്ത് വന്നാലും അന്നത്തെ പണിതാൽ മതി. അവർക്ക് ഇതും കൊണ്ട് വേണം. കായ എടുക്കുന്നത് എത്ര തവണ ഒരു വർഷത്തിൽ എടുക്കാൻ സാധിക്കാറുണ്ട്? എനിക്ക് ഒരു 5 ടൈം കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല അത്ര നാളും. എല്ലാവരും 7 എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. എന്നാലും 5 ടൈം വരെ കിട്ടിയിട്ടുള്ളൂ. 5 ടൈമിലും അത്യാവശ്യം ഫസ്റ്റ് ടൈം ഒഴിച്ച് ബാക്കി 4 ടൈമും
നല്ല രീതിയിൽ കായ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് മാത്രം പെറുക്കാൻ അഞ്ചാമത്തെ ആറാമത്തേൽ പറയാൻ പറ്റില്ല, ചെറുത് പെറുക്കി നമ്മൾ ആ പച്ചക്കായായിട്ട് കൊടുക്കാനുള്ള കിട്ടാറ്. എന്തായാലും ഏലം കൃഷി പൊതുവെ ഗുണകരമായിട്ട് അല്ലെ ആദായകരമായിട്ടാണ് തോന്നുന്നത് അല്ലേ? ഏലകൃഷി നല്ലൊരു ഏലകൃഷി നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് 1000 രൂപ മുടക്കിയാൽ നമുക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് നമുക്ക് എല്ലാ കർഷകർക്കും നല്ല രീതിയിൽ പ്രയോജനം കിട്ടുന്നൊരു ഇതാണ് ഏലകൃഷി. അതുപോലെ തന്നെ മരുന്നടിക്കുന്നു എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്ലൗസ് ഇടും, അതുപോലെ തന്നെ മാസ്ക് വെക്കുക, അതുപോലെ എല്ലാം അതിൻ്റെ നമ്മുടെ എല്ലാ സജ്ജീകരണം നമുക്ക് നാളെ ഭാവിയിലേക്ക് ഇന്നിപ്പോൾ നമുക്ക് ഒരു ഇൻകം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിലും നാളെ അതും കൊണ്ട് നമുക്ക് ദോഷം വരാതിരിക്കുമ്പോൾ നമ്മൾ അത് കൃഷിക്ക് എന്ത് മരുന്ന് ചെയ്യുമ്പോഴും നമുക്കൊരു ബൂട്ട്, അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസ്, അതുപോലെ മാസ്ക് വേണ്ട എല്ലാ ഇതും കൂടെ ആയിട്ട് മരുന്നടിക്കുമ്പോൾ മാസ്ക് 2 3 ഇട്ടാലും നമുക്ക് ജസ്റ്റ് ആ മരുന്നടിക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാസ്ക് വെച്ചാൽ 10% ഉള്ളിലേക്ക് ചെല്ലുള്ളൂ, ഇല്ലെങ്കിൽ 100% നമ്മുടെ ഇതാവും. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അത് വളരെ ശ്രദ്ധിച്ച് മരുന്നടിക്കുമ്പോൾ വളരെ കെയർ ചെയ്യണം. അത് പറഞ്ഞാൽ എന്തായാലും ഈ മരുന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വീര്യം കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, അപ്പോൾ അതിന് മരുന്നടിക്കുമ്പോൾ അത് എല്ലാ സജ്ജീകരണവും കൊണ്ട് മരുന്നടിക്കണമെന്ന് എൻ്റെ താഴ്മയോട് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. ഏലം കൃഷിയിലെ തൻ്റെ അനുഭവ പാഠങ്ങൾ, പ്രത്യേകിച്ച് മരുന്ന് തളിക്കുമ്പോഴൊക്കെ കർഷകർ മാസ്കും അതുപോലെ തന്നെ കയ്യുറ, ഷൂ ഒക്കെ ധരിച്ചു വേണം, അതിൻ്റെ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചു വേണം മരുന്ന് തളിക്കലൊക്കെ നടത്താൻ എന്നുള്ളതാണ് രാധാകൃഷ്ണൻ പറയുന്നത്. മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഏലം കൃഷി അത് കഴിഞ്ഞ് നമ്മൾ മരുന്നടിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് കയ്യും കാലും നല്ല രീതിയിൽ കഴുകി ഡെറ്റോളൊക്കെ ഇട്ട് കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വരെ എടുത്ത് കുടിക്കരുതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ഇത്. ഏലം മരുന്നടിച്ച് കഴിയുക, നമ്മൾ നല്ല രീതിയിൽ കയ്യും കാലും എല്ലാം കഴുകി ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്താണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ചെയ്താൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഏലത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് നാളെ നമ്മുടെ ഒരു പ്രായം ആവുമ്പോൾ അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ നമ്മൾ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ സുരക്ഷയാണ്, മുൻകരുതലാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, 1 മണിക്കൂർ കൊണ്ട് അടയ്ക്കുന്നത് 2 മണിക്കൂർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതായിക്കോട്ടെ, എന്തായാലും മരുന്നടിക്കുമ്പോൾ വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കേസാണ്. മരുന്നടിക്കുമ്പോൾ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി മരുന്നടിക്കുക, അപ്പോൾ നമുക്കിതാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പണിയെടുത്തുണ്ടാക്കുന്നത് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ മരുന്ന് കൈകാര്യം ചെയ്യുക. അത് മരുന്നടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും മക്കളോ എന്താരും ഉണ്ടെങ്കിലും അവർ മാറ്റി നിർത്തുക. ഇല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് അവർക്ക് ബൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മാസ്ക് മസ്റ്റായിട്ട് 2 3 ലെയറിൻ്റെ നല്ല ഇതായിരുന്നു മാസ്കും. അതുപോലെ തന്നെ അവർ മരുന്ന് ഇതാകുന്ന അവർ കയ്യോറയും. ഇപ്പം നമുക്ക് മരുന്നടിക്കാൻ ആളെ കിട്ടും, എന്നാലും അവർ വന്ന് മരുന്നൊക്കെ അടിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ എന്താ നിങ്ങൾ മരുന്നടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവർ പറയും ഞങ്ങളിത് ശീലിക്കും. അവർ ശീലിക്കുന്നു പറഞ്ഞ് വൈകുന്നേരം മരുന്നടിക്കുന്നു, എന്നിട്ട് അവർ മദ്യം കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് അവർക്ക് അറിയുന്നില്ല. അവർ 1000-800 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മളടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു മാസ്ക് ഉപയോഗിച്ചൂടെ, കയ്യോറ് ഉപയോഗിച്ചൂടെ? അത് വേണ്ടാന്ന് പറഞ്ഞ് ചെയ്യുന്നത്. നമ്മൾ മരുന്ന് അടിക്കുകയാണെങ്കിൽ അവരോട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ എല്ലാ സജ്ജീകരണവും കൂടെ ചെയ്തിട്ട് നിൽക്കാറുള്ളൂ. കൃഷിയല്ലല്ലോ, നമ്മുടെ ജീവനാണല്ലോ നമുക്കെല്ലാം വലിയ പ്രാധാന്യം. വിളവെടുപ്പിനാണല്ലോ കൂടുതൽ നമ്മൾ ജോലിക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതിനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. എനിക്ക് സ്ഥിരം വരുന്ന എൻ്റെ കുറച്ച് അമ്മമാരുണ്ട്. അവർ സ്ഥിരം എനിക്ക് വന്ന് കായെടുത്ത് തരാറുണ്ട്. നല്ല രീതിയിൽ അവർ കായെടുത്താൽ എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് കിട്ടാറുണ്ട്. അവർ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള 10-40 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. നമുക്ക് ചെറിയതാണെങ്കിലും നമ്മൾ വിളിച്ചാൽ ഓടി വന്ന് കായെടുത്ത് തരാറുണ്ട്. നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അവരുടെ സേവനം നമുക്ക് മറക്കാൻ പറ്റാതെ. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1 മണിക്കൂർ കൂടി നിന്നാലും നമ്മൾ 100 കൊടുക്കാൻ പോയാലും അവർ 50 രൂപ മേടിക്കാറുള്ളൂ. അതൊക്കെ അവരുടെ ഭയങ്കര ഒരു മനസ്സാണ്. അവർ നല്ല രീതിയിൽ കായ് എടുക്കാൻ അറിയാത്തവരെ ഇപ്പോൾ നമുക്ക് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് മറ്റ് സ്റ്റേറ്റ് ആൾക്കാരെയാണ് നമുക്കിപ്പോൾ ആശ്രയിക്കേണ്ടി വരുന്നത്. അവരെ ആശ്രയിക്കാണ്ട് കൃഷി മുന്നോട്ട് ഒരിക്കലും പോവില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ കായ് എടുക്കൽ അവരെ എക്സ്പീരിയൻസ് വളരെ കുറവാണ്. എന്നാന്ന് പറഞ്ഞാൽ അവർ കാപ്പിക്കുരു ഊരുന്ന പോലെ അവർക്ക് അറിയില്ല. ഇവർ അങ്ങനെ ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട് കായ് എടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഓരോ ടൈമിലും നമുക്ക് കായ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വരും. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ ഞാനും വൈഫും 2 മക്കളും. എൻ്റെ വൈഫിൻ്റെ പേര് സിന്ധു ഗോപി എന്നാണ്. എൻ്റെ മോൻ ദേവദത്തൻ, അവനെ നീറ്റിന് പഠിക്കുന്നു, മോള് +2 പഠിക്കുന്നു. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അവധി കിട്ടുന്ന അല്ലെങ്കിൽ ജോലിക്ക് അത്യാവശ്യം വേണ്ട സമയത്തെല്ലാം പറമ്പിൽ പണിയുന്നു, അല്ലാത്ത സമയത്ത് കൂടുതൽ സമയം ബിസിനസ്സാണ്. പിന്നെ എന്നാലും സമയം ഉണ്ടാക്കി ഏലത്തിൻ്റെ കൃഷിയിലും ഏർപ്പെടുന്ന ഒരു പതിവാണ് തുടർന്ന് വരുന്നത് അല്ലേ?
എനിക്ക് ഞായറാഴ്ചയാണ് അവധി, ബാക്കിയെല്ലാം എനിക്ക് ബിസിനസ്സാണ്. ഞായറാഴ്ച അവധിയാണെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മറ്റു ഇട ദിവസം വേണം പറഞ്ഞാൽ ഞാൻ കടയിൽ പോകാതെ ഞാൻ ഏലകൃഷിയിലേക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എനിക്ക് കൃഷിയോടല്ല, പൊതുവേ പണ്ട് മുതൽ എനിക്ക് ഭയങ്കര കൃഷിയോട് താല്പര്യമാണ്. ഞാൻ ജനിച്ചു വളർന്ന പാലക്കാട് എന്ന് പറഞ്ഞാൽ നെല്ലറയുടെ നാടാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൃഷിയുണ്ട്. അന്നും കൊയ്യാനും മെതിക്കാനും എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. കൃഷി എനിക്ക് ഭയങ്കര ഒരു അന്നും ഇന്നും ഒരു ഇതാണ്. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന, അതായത് പ്രത്യേകിച്ച് ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന, ഒപ്പം ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ രാധാകൃഷ്ണൻ പി കെ പടിഞ്ഞാറെ വീട്ടിലാണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ആനച്ചാൽ പ്രദേശത്തെ കർഷകനായ ശ്രീ രാധാകൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മലയാളിയുടെ മനം കവർന്ന് റംബൂട്ടാൻ. കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ CS ജയചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. പുതിയ വിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരായ കേരളത്തിലെ കർഷകർ കണ്ടെത്തി വിജയകരമായി വളർത്തിയ മലേഷ്യൻ പഴമാണ് റംബൂട്ടാൻ. വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമാണിത്. ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന റംബൂട്ടാൻ കായകളുടെ വർണ്ണഭംഗിയാൽ നല്ലൊരു അലങ്കാര വൃക്ഷവുമാണ്. മധ്യ കേരളത്തിൽ പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി, കോട്ടയം, കോന്നി, അയിരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റംബൂട്ടാൻ കൃഷി വ്യാപകമായിരിക്കുന്നു. കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന മാംസള ഭാഗമാണ് ഭക്ഷ്യയോഗ്യം. ഇതിന് ഏറിൽ എന്നാണ് പറയുക. നല്ല മധുരവും പോഷകപ്രദവുമാണ് മാംസള ഭാഗം. അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബൂട്ടാൻ നന്നായി വളരും. സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 700 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ്. ഏറ്റവും യോജിച്ച താപനില 23 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വർഷത്തിൽ 2000 മുതൽ 2800 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളുള്ളതിനാൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ റംബൂട്ടാൻ കൃഷിക്ക് ഏറെ സാധ്യതയുണ്ട്. മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് യോജിച്ചത്. ധാരാളം ജൈവാംശവും വായുസഞ്ചാരവും നീർവാർച്ചയും വേണം. അമ്ലാംശവും ക്ഷാരാംശവും മിതമായിരിക്കണം. നടീൽ വസ്തു. റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ച തൈകൾ നടുന്നത് അഭികാമ്യമല്ല. കൂടാതെ ഈ തൈകൾ കായ്ഫലം തരാൻ 8 മുതൽ 10 വരെ വർഷവും എടുക്കും. പെൺമരങ്ങളിൽ നിന്നും ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, പതിവയ്ക്കൽ തുടങ്ങിയ രീതികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ പെൺമരമായി വളരുമെന്ന് ഉറപ്പാക്കാം. 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ ഇവ കായ്ക്കും. പതിവയ്ക്കൽ. കായ്ച്ചു തുടങ്ങിയ പെൺമരങ്ങളുടെ ശാഖയിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കാം. പേരയിലും മറ്റും പതിവയ്ക്കുന്ന രീതി തന്നെ അവലംബിക്കാം. 1 വർഷം പ്രായമായ 1.25 സെന്റിമീറ്റർ വ്യാസമുള്ള ശാഖകളിലാണ് പതിവയ്ക്കേണ്ടത്. കായ് പറിച്ച് 4 മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പതിവയ്ക്കാവൂ. 3 മുതൽ 4 വരെ മാസത്തിനുള്ളിൽ പതികളിൽ വേണ്ടത്ര വേരുകളുണ്ടാകും. ഇവ വേർപെടുത്തി പോട്ടിംഗ് മിശ്രിതം, അതായത് ചാണകപ്പൊടി, മണൽ, കരമണ്ണ് എന്നിവ 1:1:1 എന്ന തോതിൽ കലർത്തിയുണ്ടാക്കുന്ന മിശ്രിതം നിറച്ച പോളിത്തീൻ സഞ്ചികളിൽ നട്ട് 1 മാസം ഭാഗികമായ തണലിൽ വെച്ച് പതിവായി നനയ്ക്കണം. പിന്നീട് കൂടുതൽ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം. ഇങ്ങനെ പാകപ്പെടുത്തിയ തൈകൾ പറമ്പിൽ നടാം. ബഡ്ഡിംഗ്. പാച്ച് ബഡ്ഡിംഗ്, ഷീൽഡ് ബഡ്ഡിംഗ്, ഫോൾക്കർഷ് ബഡ്ഡിംഗ് എന്നീ രീതികൾ അവലംബിക്കാം. വിത്തുപാകി മുളപ്പിച്ച് 1 വർഷം പ്രായമായ തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുക. വിളവെടുപ്പിനു ശേഷം 4 മാസം കഴിഞ്ഞാണ് ബഡ്ഡുകൾ എടുക്കേണ്ടത്. ബഡ്ഡെടുക്കുന്ന ശാഖകളിലെ ഇലകൾ 2 ആഴ്ച മുമ്പ് തന്നെ 1/4 ഭാഗം നീക്കണം. മഴക്കാലമാണ് ബഡ്ഡിങ്ങിന് പറ്റിയ സമയം. ഗ്രാഫ്റ്റുകൾ. മാവിലും പ്ലാവിലും ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതി റംബൂട്ടാനിലും ഫലപ്രദമാണ്. 1 വർഷം പ്രായമായ തൈകൾ സ്റ്റോക്ക് തൈ ആയി ഉപയോഗിക്കാം. നടീൽ. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപോ വലിയ മഴ കഴിഞ്ഞോ തൈ നടാം. 1 മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ തയ്യാറാക്കി 25 കിലോഗ്രാം ജൈവവളം, 2 കിലോ എല്ലുപൊടി, മേൽമണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. 1 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. തൈകൾക്ക് തണൽ നൽകണം. കുറ്റി നാട്ടി ചേർത്ത് കെട്ടുകയും വേണം. മണ്ണനങ്ങാതെ ക്രമമായി നനയ്ക്കുക. മണ്ണിന്റെ ഫലപുഷ്ടിക്കനുസരിച്ച് 2 മരങ്ങൾ തമ്മിൽ 10 മുതൽ 12 മീറ്റർ വരെ അകലം പാലിക്കണം. വേനൽക്കാലത്ത് 2-3 ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം. തടത്തിൽ പുതയിടണം. മഴയ്ക്ക് മുൻപായി 20 മുതൽ 25 സെന്റിമീറ്റർ ആഴത്തിൽ ഇടകിളച്ച് മണ്ണിളക്കണം. ഒരേ ഇനം തന്നെ നടാതെ തോട്ടത്തിൽ പല ഇനങ്ങൾ ഒരുമിച്ച് നടുന്നത് പരാഗണം ശരിയായി നടക്കാനും കായ് പിടിക്കാനും സഹായകമാണ്. ഫലവും വിളവെടുപ്പും.
ഒട്ടുതൈകൾ 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ കായ്ക്കും. കായ് പാകമാകാൻ 3-3.5 മാസം വേണം. കായകൾക്ക് ഇനഭേദമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ നിറമാകാം. പല സമയത്ത് കായകൾ വിളയുന്നതിനാൽ പാകമാകുന്ന ക്രമത്തിൽ അവ വിളവെടുക്കേണ്ടി വരും. പാകമാകാത്ത കായകൾ പറിച്ചാൽ നന്നാകില്ല. വവ്വാൽ, മരപ്പട്ടി, അണ്ണാൻ, എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട്. പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം. ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം. വിളവെടുപ്പിനോടൊപ്പം കൊമ്പുകോതലും നടത്താം. 10 മുതൽ 12 വരെ വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 25-30 കിലോ വിളവ് ലഭിക്കും. മറ്റു രാജ്യങ്ങളിൽ 60 കിലോയോ അതിലധികമോ വിളവ് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് കേടാകുന്നതിനാൽ കായ് 4-5 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം. ശീതീകരിച്ചാൽ 2 ആഴ്ചയോളം കേടാകുകയില്ല. ശീതീകരണികളിൽ 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 95% ആർദ്രതയും വേണം. സസ്യസംരക്ഷണം. അടുത്ത കാലത്ത് മാത്രം കൃഷി തുടങ്ങിയതിനാൽ അധികം രോഗകീടബാധകൾ കാണാറില്ല. മാലത്തിയോൺ, ഇക്കാലക്സ് എന്നിവ 2 മില്ലി-ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ ഒട്ടുമിക്ക പ്രാണികളെയും തുരത്താം. ജൈവരീതിയിൽ നിംബിഡിൻ, നിംപിസിഡിൻ തുടങ്ങിയ കീടനാശിനികൾ 4 മില്ലി-ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പ്രയോഗിക്കാം. ഇലകളെയും കായ്കളെയും ബാധിക്കുന്ന പൗഡറി മിൽഡ്യൂ, ആന്ത്രാക്നോസ്, കായ് അഴുകൽ, കൊമ്പുണക്കം തുടങ്ങിയ രോഗങ്ങൾക്ക് ബോർഡോ മിശ്രിതം, മാൻകോസെബ് തുടങ്ങിയ കുമിൾ നാശിനികൾ പ്രയോഗിക്കാം. രോഗകീടബാധ കണ്ടാൽ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതാകും ഉചിതം. ആണ്ട് മുഴുവൻ മുട്ടയ്ക്ക് കാട. കോഴികളെ അപേക്ഷിച്ച് കാടകൾക്ക് വളരാൻ വളരെ കുറച്ച് സ്ഥലമേ വേണ്ടൂ. ഒരു കാടയ്ക്ക് ഏറിയാൽ 150 ഗ്രാം ഭാരമേ ഉള്ളൂ. തീറ്റയും തീരെ കുറച്ച് മതിയെങ്കിലും ഒരാണ്ടിൽ 300 മുട്ട വരെ ഇടും. പൂർണ്ണ വളർച്ചയെത്താൻ വെറും 6 ആഴ്ച മാത്രം മതി. അത് കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങും. പൊതുവെ ഉച്ച കഴിഞ്ഞാണിവ മുട്ടയിടുന്നത്. മുട്ട വിരിയിക്കൽ. അടയിരിക്കുന്ന കോഴികളെ വെച്ചും ഇൻക്യുബേറ്ററിൽ വെച്ചും കാടമുട്ട 18 ദിവസം കൊണ്ട് വിരിയിക്കാം. 3 ആഴ്ച പ്രായമാകുന്നതുവരെ കുഞ്ഞുങ്ങൾക്ക് കൃത്രിമമായി ചൂട് നൽകണം. 3-4 ആഴ്ച പ്രായമാകുമ്പോൾ ആൺകാടകളെയും പെൺകാടകളെയും വേർതിരിക്കാം. ആൺകാടകൾക്ക് കഴുത്തിലും നെഞ്ചുഭാഗത്തും ചുവപ്പും തവിട്ടും നിറത്തിലുള്ള തൂവലുകളും പെൺകാടകൾക്ക് കറുത്ത പുള്ളികളുള്ള തൂവലുകളുമായിരിക്കും. പ്രായപൂർത്തിയായ ഒരു കാടയ്ക്ക് 180-200 ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ഥലം ആവശ്യമുണ്ട്. കൂടിനുള്ളിൽ നല്ല വായു സഞ്ചാരവും പെൺകാടകൾക്ക് 16 മണിക്കൂർ വെളിച്ചവും വേണം. 60x120x25 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കൂടിൽ 50 കാടകളെ വളർത്താം. തീറ്റ. പ്രായത്തിനനുസരിച്ച് ഇവയ്ക്ക് നല്ല പോഷക ഗുണമുള്ള ആഹാരം ആവശ്യമാണ്. ആദ്യത്തെ 3 ആഴ്ച തീറ്റയിൽ 27% മാംസ്യം വേണം. 3 മുതൽ 6 ആഴ്ച വരെ 24% മാംസ്യം, അതിനുശേഷം 22% മാംസ്യം എന്ന തോതിൽ വേണം. 1 വർഷം ഒരു കാടയ്ക്ക് ഏകദേശം 8 കിലോഗ്രാം തീറ്റ മതിയാകും. കാടമുട്ടയും ഇറച്ചിയും. ഇറച്ചിക്ക് വേണ്ടിയാണ് കാടകളെ വളർത്തുന്നതെങ്കിൽ 6 ആഴ്ച മുതൽ വിൽക്കാവുന്നതാണ്. ഇറച്ചിയിൽ 20% മാംസ്യവും 3% കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഒരു കാടമുട്ടയ്ക്ക് 8 മുതൽ 10 ഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും. അതിൽ 13% മാംസ്യവും 11% കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. വിരിയിക്കാനുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കാൻ 3 പെൺകാടകൾക്ക് 1 ആൺകാട എന്ന രീതിയിൽ എണ്ണം സ്ഥിരപ്പെടുത്തണം. 10 ആഴ്ച മുതൽ പ്രായമുള്ള കാടകളുടെ മുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കാടമുട്ടയും കാട ഇറച്ചിയും കൊണ്ടുള്ള വിഭവങ്ങൾ വളരെയധികം സ്വാദിഷ്ടവും പോഷക ഗുണമുള്ളതുമാണ്. രോഗങ്ങൾ. കാടകളിൽ സാധാരണ കാണാറുള്ള ഒരസുഖമാണ് ക്വയിൽ ഡിസീസ് അഥവാ ക്വയിൽ എൻഡറൈറ്റിസ്. ഇതിന് ചികിത്സയ്ക്കായി സ്ട്രെപ്റ്റോമൈസിൻ തുടർച്ചയായി 3 ദിവസം 1 ലിറ്റർ വെള്ളത്തിൽ നൽകണം. കാർഷിക അറിവുകൾ, രാധാകൃഷ്ണൻ പടിഞ്ഞാറേ വീട്ടിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കിസാൻ വാണി സമാപിക്കുന്നു.